All. Now we are going to discuss about non-recursive tree traversal algorithms. അപ്പോൾ റിക്കേഴ്സീവ് ട്രീ ട്രാവേഴ്സൽ അൽഗോരിതംസ് ആയ പ്രീ ഓർഡറും ഇൻ ഓർഡറും അതുമാതിരി പോസ്റ്റ് ഓർഡർ പിന്നെ ലാസ്റ്റ് ഒരു ലെവൽ ഓർഡർ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കേഴ്സീവ്ലി ഫംഗ്ഷനെ വിളിക്കുകയാണ്. ഒരു 3 സ്റ്റെപ്പേ ഉള്ളൂ. എന്തെങ്കിലും ഓരോ ഫംഗ്ഷനെയും റിക്കേഴ്സീവ്ലി വിളിക്കുകയാണ്. റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഉപയോഗിക്കാതെ എങ്ങനെയാണ് ആ ട്രീ ട്രാവേഴ്സൽ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു സീ നൗ. ദ ഫസ്റ്റ് വൺ ഈസ്, നമുക്കറിയാം എന്തായിരുന്നു പ്രീ ഓർഡർ ആയിരുന്നു ചെയ്തിരുന്നത്, അത് പറയാം. അപ്പം നമ്മളിവിടെ സപ്പോസ് ചെയ്യുന്നത് എ ബൈനറി ട്രീ ഈസ് മെയിൻറ്റൈൻഡ് ഇൻ ദ മെമ്മറി ബൈ സം ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ. ഒരു ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടാണ് ബൈനറി ട്രീനെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്ടായിരിക്കുക, ട്രീ എന്ന് പറഞ്ഞ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലെ ഇൻഫർമേഷൻ പാർട്ട് ഉണ്ടായിരിക്കും, ലെഫ്റ്റ് ഉണ്ടായിരിക്കും, റൈറ്റ് ഉണ്ടായിരിക്കും, റൂട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് അതിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രീനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു നോൺ റിക്കേഴ്സീവ് വേർഷൻസ് ഓഫ് 3 സ്റ്റാൻഡേർഡ് ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ ഓഫ് ട്രീ യൂസിങ് സ്റ്റാക്സ് ആർ കൺസിഡേർഡ് ഹിയർ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ എങ്ങനെയാണ് 3, അപ്പോൾ നമ്മൾ ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. കാരണം എന്താ, ഡെപ്തിലേക്ക് പോയിട്ടാണ് നമ്മളിപ്പോൾ പ്രീ ഓർഡറും ഇൻ ഓർഡറും പോസ്റ്റ് ഓർഡറും ചെയ്യുമ്പോൾ അതൊക്കെ ഡെപ്തിലോട്ട് പോയിട്ടാണ് അതിനങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ലെഫ്റ്റ് മോസ്റ്റിലേക്ക് പോകുന്നു, റൈറ്റ് മോസ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഒരു 3 ടൈപ്പ് ഓഫ് ട്രാവേഴ്സലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ബ്രെഡ്ത്ത് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ലെവൽ ഓർഡർ ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് നോൺ റിക്കേഴ്സീവ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ. അപ്പോൾ ഈ നോൺ റിക്കേഴ്സീവ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് PTR. PTRൽ എന്തുണ്ടായിരിക്കും, ലൊക്കേഷൻ ഓഫ് ദ നോഡ് എൻ കറൻ്റ്ലി ബീയിങ് സ്കാൻഡ്. ഇപ്പം നമ്മൾ എന്ത് നോഡിനെ ആണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആ നോഡിൻ്റെ അഡ്രസ്സാണ് PTRൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാണാം, L ഓഫ് N എന്ന് പറയുമ്പോൾ അതെന്താണ്, ലെഫ്റ്റ് ചൈൽഡിനെയാണ്, ലെഫ്റ്റ് ചൈൽഡ് ഓഫ് നോഡ് N. ആൻഡ് R ഓഫ് N തെറ്റാണ്. R ഓഫ് N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, റൈറ്റ് ചൈൽഡ് ഓഫ് ദ നോഡ് N. നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഡാറ്റ സ്ട്രക്ചറാണ്, അറേ സ്റ്റാക്ക്. അതായത് സ്റ്റാക്കിനെ അറേ യൂസ് റെപ്രസെൻറ്റ് ചെയ്ത ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് ഈ അൽഗോരിതം ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് അഡ്രസ് ഓഫ് ദ നോഡ്സ് ഫോർ ഫ്യൂച്ചർ പ്രോസസ്സിങ്. നമ്മൾ ആ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുന്നത് ഫ്യൂച്ചറിൽ പ്രോസസ്സ് ചെയ്യാനുള്ള നോഡ്സിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഒരു പോയിൻ്റർ എന്നുണ്ടെങ്കിൽ അതിൽ എന്തായിരിക്കും, അഡ്രസ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ ഓരോ നോഡ്സും ഫ്യൂച്ചറിൽ പ്രോസസ്സ് ചെയ്യാനുള്ള ആൾക്കാരെ എവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും, സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇനി ഈ അൽഗോരിതം 2 സ്റ്റെപ്പുകൾ ഭയങ്കര സിമ്പിളാണ്. ഫസ്റ്റ് വൺ, ഇനീഷ്യലി പുഷ് നൾ ടു ദ സ്റ്റാക്ക്. അപ്പോൾ സ്റ്റാക്കിൻ്റെ അവസാനം എത്തിയെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആദ്യം തന്നെ നള്ള് പുഷ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ദ എൻഡ് ഓഫ് ദ സ്റ്റാക്ക്. സ്റ്റാക്കിൻ്റെ എൻഡായി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പ്രിഫിക്സ് പോസ്റ്റ് ഫിക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു പാരാന്തസിസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അത് എൻഡായി എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതേപോലെ അതിനുശേഷം PTR ഈസ് ഈക്വൽ ടു റൂട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ റൂട്ടിൽ ആരാച്ചാൽ PTRനെ ഫസ്റ്റ് റൂട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ട്രാവേഴ്സ്. ദെൻ റിപ്പീറ്റ് ദ ഫോളോയിങ് സ്റ്റെപ്സ് വൈൽ PTR നോട്ട് ഈക്വൽ ടു നൾ. PTR നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആദ്യം പ്രോസസ് ഡൗൺ ദ ലെഫ്റ്റ് മോസ്റ്റ് പാത്ത് റൂട്ടഡ് അറ്റ് ദ PTR. അപ്പോൾ PTRൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് പാത്തിലേക്ക് പോവുകയാണ്, ആദ്യം പ്രോസസ്സ് ചെയ്യും. അപ്പോൾ റൂട്ടിനെ പ്രോസസ്സ് ചെയ്യും. റൂട്ടിനെ പ്രോസസ്സ് ചെയ്ത ശേഷം എന്തുണ്ടാവും, ലെഫ്റ്റ് മോസ്റ്റ് പാത്ത് റൂട്ടഡ് അറ്റ് PTR റൂട്ടിൽ നിന്ന് ലെഫ്റ്റ് മോസ്റ്റ് പാത്തിക്ക് പോവും, പ്രോസസ്സ് ചെയ്യും. ഈച്ച് നോഡ് ഓൺ ദ പാത്ത്, പോകുന്ന വഴിയിലത്തെ ഓരോ നോഡിനെയും പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, റൈറ്റ് നോഡിനെ പുഷിങ് ദ റൈറ്റ് ചൈൽഡ് R ഓഫ് N. അതായത് റൈറ്റ് ചൈൽഡിലേക്ക് നമ്മൾ പിന്നെയല്ലേ പോകുന്നത്, ആദ്യം ലെഫ്റ്റിക്കല്ലേ പോകുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ കറസ്പോണ്ടിങ് റൈറ്റ് ചൈൽഡിനെ എന്ത് ചെയ്യും, പുഷ് ചെയ്യും. അപ്പോൾ ഒരു നോഡിനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, റൈറ്റ് ചൈൽഡ് ഉണ്ടോ എന്ന് നോക്കും. റൈറ്റ് ചൈൽഡ് ഉണ്ടെങ്കിൽ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഇനി PTR ഈസ് അപ്ഡേറ്റഡ് യൂസിങ് ദ അസൈൻമെൻറ്റ്. PTR ഈസ് ഈക്വൽ ടു PTR ഓഫ് ലെഫ്റ്റ് ഓഫ് PTR. അങ്ങനെ PTR എങ്ങനെ അസൈൻ ചെയ്തിട്ട് പോവുക, റൂട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡിലേക്ക് പോകും. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ്, അങ്ങനെയാണ് PTRനെ ട്രാവേഴ്സ് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് ട്രാവേഴ്സിങ് സ്റ്റോപ്പ് ആവുന്നത്, ലെഫ്റ്റ് ഓഫ് PTR, ഒരു PTRൻ്റെ ലെഫ്റ്റ് ചൈൽഡ് നള്ളാവുമ്പോൾ അവിടെ ട്രാവേഴ്സിങ് സ്റ്റോപ്പ് ആവും. ദാറ്റ് മീൻസ് ആഫ്റ്റർ എ നോഡ് വിത്ത്
നോ ലെഫ്റ്റ് ചൈൽഡ്, അതായത് ഒരു നോഡിലേക്ക് എത്തി അതിന് ലെഫ്റ്റ് ചൈൽഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ട്രാവേഴ്സിങ് സ്റ്റോപ്പ് ആവും. അതിനുശേഷം നടക്കുന്നത് എന്താണ്? ബാക്ക് ട്രാക്കിംഗ്, തിരിച്ചു വരണം. അതായത് നമ്മളിപ്പോൾ മുന്നത്തെ പ്രീ ഓർഡർ കണ്ടതാണല്ലോ, എങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് റൂട്ടിൽ നിന്ന് തുടങ്ങി ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്കിനി തിരിച്ചു വരണം. അതാണ് ബാക്ക് ട്രാക്കിംഗ്. ബാക്ക് ട്രാക്കിങ്ങിൽ എന്താ വരുന്നത്? പോപ്പ് ആൻഡ് അസൈൻ, അതായത് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ആരാ ഉള്ളത് അവരെ PTRലേക്ക് ആദ്യം പോപ്പ് ചെയ്യണം, എന്നിട്ട് PTRലേക്ക് അസൈൻ ചെയ്യണം. ടു ദ PTR, ദ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് ഓൺ ദ സ്റ്റാക്ക്. സ്റ്റാക്കിൽ നിന്ന് ടോപ്പിൽ നിന്ന് ആളെ എടുക്കുന്നു, എന്നിട്ട് PTRലേക്ക് അസൈൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണ് ആ PTR നള്ളാണോ? നള്ളാണെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ദ സ്റ്റെപ്പ് 1. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇത്രയും പ്രോസസ്സ് അവിടുന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി നൾ അല്ലാന്നുണ്ടെങ്കിൽ, നള്ളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എക്സിറ്റ് ആവുക. അപ്പോൾ ഇതാണ് അൽഗോരിതത്തിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ. നമ്മളത് ഈ ഒരു എക്സാമ്പിളില്ലേ, ഈ ഒരു ഡയഗ്രാം, ഈ എക്സാമ്പിൾ വെച്ചിട്ട് റൂട്ടിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ മാതിരി അതിൻ്റെ പിന്നെ PTR, ആദ്യം PTR ഇവിടെയാണ് ഉണ്ടാവുക റൂട്ടിൽ. അതിനുശേഷം അതിൻ്റെ റൈറ്റ് ചൈൽഡ് ആരാ? G. സ്റ്റാക്കിലേക്ക് അതിനെ പ്രോസസ്സ് G സ്റ്റാക്കിലേക്ക് ആദ്യം തന്നെ നള്ള് കയറ്റാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റാക്കിലേക്ക്. പിന്നെ അപ്പോൾ റൈറ്റ് ചൈൽഡ് G ഉള്ളതുകൊണ്ട് ജീനെ കയറ്റും. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് എത്തി, അതിന് ലെഫ്റ്റ് ചൈൽഡിലേക്ക് കൊടുത്തു. ഈ ലെഫ്റ്റ് ചൈൽഡിൻ്റെ ആരാ? B ആണ്. അപ്പോൾ Bനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിന് റൈറ്റ് ചൈൽഡ് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? റൈറ്റ് ചൈൽഡിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. എന്നിട്ട് വേണം അടുത്ത PTRനെ ലെഫ്റ്റ് മോസ്റ്റിലേക്ക് കൊടുക്കാൻ. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു കേസിൽ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ലെഫ്റ്റും റൈറ്റും ചിൽഡ്രൻ ഇല്ല. അപ്പോൾ ലെഫ്റ്റ് ചൈൽഡ് നള്ളാണെങ്കിൽ എന്ത് ചെയ്യണം? ബാക്ക് ട്രാക്ക്. ഇവിടുന്നാണ് ബാക്ക് ട്രാക്കിങ്. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ പോപ്പ് ചെയ്യേണ്ട സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നല്ലപോലെ ക്ലിയർ ആവും. ലെറ്റ്സ് സീ ദാറ്റ്. അപ്പോൾ ഈ ടെക്സ്റ്റിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇപ്പോൾ അവർ പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ്? നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു PTRൻ്റെ അഡ്രസ്സാണ് ശരിക്കും സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുക. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് നമ്മളിവിടെ പുഷ് ആൻഡ് പോപ്പ് ചെയ്യുന്നത് സ്റ്റാക്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ദെയർ ആക്ച്വൽ ലൊക്കേഷൻ പോയിന്റ് ബൈ PTR വെച്ചിട്ട് ശരിക്കും ആക്ച്വൽ ലൊക്കേഷനാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിന് പകരം നോഡിനെ തന്നെയാണ് പുഷും പോപ്പും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ഈ PDF-ലുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നോൺ റിക്കേഴ്സീവ് ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ഫൈനലി റിസൾട്ട് എന്താണ്? പ്രോസസ്സിങ് ദ സ്റ്റെപ്സ് A to I in the above example, the nodes are processed in the order. ഇതാണ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ. നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. നോൺ റിക്കേഴ്സീവ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ശരിക്കും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബൈനറി ട്രീ. ബൈനറി ട്രീയുടെ റൂട്ട് ഏതാണ്? റൂട്ട് F ആണ്. അപ്പോൾ അൽഗോരിത പ്രകാരം നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ സ്റ്റാക്കിൽ എന്ത് ചെയ്യണം? നള്ള് പുഷ് ചെയ്യണം. ഓക്കെ, ഇനീഷ്യലി പുഷ് നൾ ഓൺ ടു സ്റ്റാക്കിലേക്ക് നൾ പുഷ് ചെയ്യണം. അപ്പോൾ സ്റ്റാക്കിന്റെ പ്രസന്റ് സ്റ്റേജ് ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. സ്റ്റാക്ക് ഈക്വൽ ടു നള്ളാണ് ആദ്യം ഉണ്ടാവുക. അതിനുശേഷം PTR ഈസ് ഈക്വൽ ടു, നമ്മൾ PTR എന്ന് പറഞ്ഞ വേരിയബിളാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. PTR ഈസ് ഈക്വൽ ടു F. ഇപ്പോഴത്തെ PTR ഏതാണ്? F ആണ്, കാരണം റൂട്ടാണ്. ട്രീയുടെ റൂട്ട് എന്ന് പറയുന്നത് F ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്യണം PTR ഈസ് ഈക്വൽ ടു റൂട്ട്, ദാറ്റ് മീൻസ് F. ഇനി നമ്മൾ പ്രോസസ്സ് ചെയ്യാണ്. പ്രോസസ്സ് ചെയ്യുന്നതാണ് നമ്മുടെ എന്ത്? ആൻസർ. അതായത് ട്രാവേഴ്സ് ചെയ്യുമ്പോൾ പ്രീ ഓർഡർ എന്ന് പറഞ്ഞിട്ട് കിട്ടില്ലേ, ആ പ്രോസസ്സ് ചെയ്യണതാണ്. പ്രോസസ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അപ്പം ഞാനിവിടെ റിസൾട്ട് എഴുതും. ഇതാണ് പ്രീ ഓർഡർ. നമ്മൾ ഓരോ നോഡിനെയും പ്രോസസ്സ് ചെയ്യുമ്പോൾ അപ്പം ഇവിടെ എഴുതും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് പ്രോസസ് ഡൗൺ ദ ലെഫ്റ്റ് മോസ്റ്റ് പാത്ത് റൂട്ടഡ് അറ്റ് PTR ഈസ് ഈക്വൽ ടു F ആസ് ഫോളോസ്. അപ്പോൾ നമ്മൾ പ്രോസസ് ഡൗൺ ആണ് ആദ്യം ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ പ്രോസസ്സ് ചെയ്യേണ്ടത് ആരെയാണ്? റൂട്ടിനെയാണ്. നമ്മൾ Fനെ പ്രോസസ്സ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് Fനെ ട്രാവേഴ്സ് ചെയ്തു, സോ F എന്ന് എഴുതി. Fനെ പ്രോസസ്സ് ചെയ്ത ശേഷം എന്ത് ചെയ്യണം? Fനെ പ്രോസസ്സ് ചെയ്ത ശേഷം പുഷ് ചെയ്യണം. അതിന്റെ റൈറ്റ് മോസ്റ്റ് ചൈൽഡ് ആയിട്ടുള്ള Gനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. സോ Gനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുമ്പോൾ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇപ്പോൾ G ആണ്. ടോപ്പിൽ പോയിന്റ് ചെയ്യണത് G ആണ്. നെക്സ്റ്റ് ഇപ്പൊ Gനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇപ്പോ PTR എന്ന് പറയുന്നത് ആദ്യം F ആയിരുന്നു. അതിപ്പോ PTR ഓഫ് ലെഫ്റ്റ്, അതായത് PTR ഇപ്പൊ പ്രസന്റ്ലി ഇപ്പൊ ഏതാണ് ഇരിക്കുന്നത്? B ആണ്. അതിന്റെ ലെഫ്റ്റ് PTR ഈസ് ഈക്വൽ ടു PTR ഓഫ് ലെഫ്റ്റ്.
ഇനി പ്രോസസ് ബി ആൻഡ് പുഷ് ഇറ്റ്സ് റൈറ്റ് ചൈൽഡ് ഡി ഓൺ ടു ദ സ്റ്റാക്ക്. പിന്നെ പി ടി ആർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ് ചെയ്യുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ആരിനെ പ്രോസസ് ചെയ്തു? റൂട്ട് എഫിനെ പ്രോസസ് ചെയ്തു. ഇപ്പൊ ബീനെ പ്രോസസ് ചെയ്തു. ബീനെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം? അതിന്റെ റൈറ്റ് ചൈൽഡ് ആയിട്ടുള്ള ഡീനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഇപ്പൊ സ്റ്റാക്കിന്റെ ടോപ്പ് ഇവിടേക്കാണ്. അപ്പൊ റൈറ്റ് ചൈൽഡ് പുഷ് ചെയ്തു. അതിനുശേഷം പി ടി ആർ ഈസ് ഈക്വൽ ടു പി ടി ആർ ഓഫ് ലെഫ്റ്റ്. ഇപ്പോഴത്തെ പി ടി ആർ എവിടേക്കാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്? എയിലേക്കാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? പ്രോസസ് എനെ പ്രോസസ് ചെയ്തു. അതിന്റെ റൈറ്റ് ചൈൽഡ് ആരും ഇല്ല. അപ്പൊ സ്റ്റാക്കിലേക്ക് ഇനിയിപ്പോ ആരെയും പുഷ് ചെയ്യാനില്ല. അപ്പോ ലെഫ്റ്റ് ചൈൽഡ് നോക്കിയപ്പോ നള്ള്. ലെഫ്റ്റ് ചൈൽഡ് നള്ളായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബാക്ക് ട്രാക്കിംഗ്. അൽഗോരിതത്തിലെ സെക്കൻഡ് സ്റ്റെപ്പാണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? പോപ്പ് ചെയ്യാം. സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്ന് ആളെന്നെ പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്ത ആളെനെയാണ് പി ടി ആർ ഈസ് ഈക്വൽ ടു ഡി ആക്കി കൊടുക്കുന്നത്. അപ്പൊ സ്റ്റാക്കിന്റെ ടോപ്പ് ഇപ്പൊ എന്തായി? ജി തന്നെയായി. പി ടി ആർ ആണ് ഡി. ഇപ്പൊ നോക്കൂ, എഫ് ബി എ ഇത്രയും കഴിഞ്ഞു. ഇനി പി ടി ആർ എവിടേക്ക് എത്തിയപ്പോ? ഡിയിലേക്കായി. സ്റ്റാക്കിന്റെ ടോപ്പ് നിന്ന് എടുത്തിട്ട് ഇപ്പൊ ഡിനെ നമ്മൾ പ്രോസസ് ചെയ്തു. അതിനുശേഷം അതിന്റെ റൈറ്റ് ചൈൽഡ് ആയ ഇനെ സ്റ്റാക്കിന്റെ ടോപ്പിലേക്ക് പുഷ് ചെയ്തു. കണ്ടോ? അതിനുശേഷം അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പി ടി ആർ ഈസ് ഈക്വൽ ടു പി ടി ആർ ഓഫ് ലെഫ്റ്റിലേക്ക്. ഇപ്പൊ പി ടി ആർ ഇവിടെ പോയിന്റ് ചെയ്യുന്നത് സീനെയാണ്. ഇനി ഇതിനിവിടെ നോക്കിയപ്പോ ഇതിന് റൈറ്റ് ചൈൽഡ് ഉണ്ടോ പുഷ് ചെയ്യാൻ? ഇല്ല. ലെഫ്റ്റ് ചൈൽഡ് നള്ളു ആണ്. ലെഫ്റ്റ് ചൈൽഡ് നള്ളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബാക്ക് ട്രാക്ക് ചെയ്യണം. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്നും പോപ്പ് ചെയ്യുക. ഇപ്പൊ പോപ്പ് ചെയ്യുന്ന ആൾ ആരാണ്? ഈനെയാണ് പോപ്പ് ചെയ്യുന്നത്. പി ടി ആർ ഇസ് ഈക്വൽ ടു ഇ ആക്കി കൊടുത്തു. ഇപ്പൊ സ്റ്റാക്ക് ഇപ്പൊ പ്രസന്റ്ലി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇ ആണെങ്കിൽ ഇപ്പൊ നോക്കുക, പി ടി ആർ സി ആയിരുന്നു. പി ടി ആർ ഇപ്പൊ എന്തായി? ഇ ആയി. ഇവിടെയാണ് ഇപ്പൊ പി ടി ആർ ഇരിക്കുന്നത്. പി ടി ആറിലെ ഇനെ പ്രോസസ് ചെയ്തു. അപ്പൊ ഡി കഴിഞ്ഞു. അപ്പൊ സീനെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ പി ടി ആർ എവിടേക്ക് എത്തി? ഇയിലെത്തി. ഇനെ പ്രോസസ് ചെയ്തു. ഇനെ പ്രോസസ് ചെയ്ത ശേഷം റൈറ്റ് ചൈൽഡ് ഉണ്ടോ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാൻ? ഇല്ല. ലെഫ്റ്റ് ചൈൽഡ് ആണെങ്കിൽ നള്ളും. ദാറ്റ് മീൻസ് ബാക്ക് ട്രാക്കിംഗ്. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്ത് ചെയ്യണം? സ്റ്റാക്കിൽ നിന്നും പോപ്പ്. ഇവിടെ പോപ്പ് ചെയ്യുമ്പോൾ ജീനും കൂടി പോപ്പ് ചെയ്യുമ്പോൾ സ്റ്റാക്കിൽ ഇപ്പൊ നള്ള് മാത്രമാവും. ഇപ്പൊ പി ടി ആർ ഈസ് ഈക്വൽ ടു ജി ആയി. കണ്ടോ? പി ടി ആർ ജി ആയി. ഇപ്പൊ ഇവിടേക്കാണ് പി ടി ആർ പോയിന്റ് ചെയ്യുന്നത്. പി ടി ആർ ജി ആയി. അപ്പൊ ജീനെ പ്രോസസ് ചെയ്യണം. ജീനെ പ്രോസസ് ചെയ്തു. ജിയുടെ റൈറ്റ് ചൈൽഡ് ആയിട്ടുള്ള ഐനെ സ്റ്റാക്കിന്റെ ടോപ്പിലേക്ക് പുഷ് ചെയ്തു. ജിയുടെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് നള്ളാണ്. കണ്ടോ? ലെഫ്റ്റ് ചൈൽഡ് ഇവിടെ എന്താണ്? നള്ളാണ്. ഒന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ബാക്ക് ട്രാക്കിംഗ്. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പോപ്പ് ചെയ്യേണ്ടത് ഐനെ പോപ്പ് ചെയ്തു. ഇപ്പോഴത്തെ പി ടി ആർ എന്ന് പറയുന്നത് ആരാണ്? ഐ ആണ്. സ്റ്റാക്ക് പ്രസന്റ്ലി വീണ്ടും നള്ളായി. പി ടി ആർ ഐ ആയി എന്ന് പറയുമ്പോൾ എന്താണ്? പി ടി ആർ നോക്കൂ, ജി ആയിരുന്നു. ഇപ്പൊ പി ടി ആർ എന്ന് പറയുന്നത് ഐ. പി ടി ആർ ഐ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഐനെ പ്രോസസ് ചെയ്തു. പി ടി ആറിന്റെ ഐന്റെ റൈറ്റ് ചൈൽഡ് നള്ളാണ്. അപ്പൊ ആരേനെയും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണ്ട. ലെഫ്റ്റിലേക്ക് പി ടി ആർ അസൈൻ ചെയ്തു. പി ടി ആർ ഇസ് ഈക്വൽ ടു പി ടി ആർ ഓഫ് ലെഫ്റ്റ്. ആരത്? കെ ആണ്. കെന്റെ റൈറ്റിൽ ആരും ഇല്ലാത്തത് കൊണ്ട് സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യണ്ട? പുഷ് ചെയ്യണ്ട. ലെഫ്റ്റ് എന്താണ്? നള്ളാണ്. ദാറ്റ് മീൻസ് കെനെ പ്രോസസ് ചെയ്തു. ലെഫ്റ്റ് നള്ളായതുകൊണ്ട് ബാക്ക് ട്രാക്കിംഗ്. ബാക്ക് ട്രാക്ക് ചെയ്തപ്പോൾ ഇവിടുന്ന് എന്ത് കിട്ടി? സ്റ്റാക്കിന്റെ ടോപ്പ് നിന്ന് നള്ള് കിട്ടി. പി ടി ആർ ഇസ് ഈക്വൽ ടു നള്ളായി. ഇപ്പോഴത്തെ സ്റ്റേജില് പി ടി ആർ നള്ളായി കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റാക്ക് തുടങ്ങുമ്പോൾ നള്ളാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എടുത്തപ്പോൾ പി ടി ആർ നള്ളായി വന്നു എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ട്രാവേഴ്സിങ് കഴിഞ്ഞു. നമുക്ക് അൽഗോരിതം ഈ ട്രീ നോക്കി അറിയാം നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്. എഫിൽ നിന്നുമാണ് തുടങ്ങിയത്. ആദ്യം റൂട്ട് ഇവിടെയായിരുന്നു. എഫിനെ ട്രാവേഴ്സ് ചെയ്തു. എഫ് ബി എ നോക്കി നോക്കൂ, എഫ് ബി എ. അതിനുശേഷം ഡി സി ഇ തിരിച്ചിവിടെ എത്തിയ ശേഷം ജി ഐ കെ. ഇതെന്താണ്? പ്രീ ഓർഡർ ട്രാവേഴ്സിലാണ്. നമുക്ക് നോക്കി അറിയാം. ഇതാണ് റൂട്ട്, എഫ് റൂട്ട്. അപ്പൊ എഫ് ആണ് റൂട്ട്. പിന്നെ നമ്മുടെ ചൈൽഡ് ആയിട്ടുള്ള ജി ഐ കെ ആണ് റൈറ്റ് സബ് ട്രീ. ഇതാണ് ലെഫ്റ്റ് സബ് ട്രീ.
and this is non-recursive pre-order traversal.